ഇതിൽ വേറൊരു ഓപ്ഷനാണ് സ്ക്രാപ്പ് ഡാറ്റ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നമ്മളുടെ ഗൂഗിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നെയിം ഗൂഗിൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ സൈറ്റ് ഏത് സൈറ്റാണെന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. ഫേസ്ബുക്ക് എന്നുള്ള കോപ്പി ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, എൻക്വയറി വേണ്ടതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് +91 ആണ് വേണ്ടത്. അത് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഏതാണ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസീസ് ഞാൻ ജസ്റ്റ് കൊടുക്കണേണ്. കൊടുത്തതിന് ശേഷം നമുക്ക് റിസൾട്ട് എത്ര വേണം, 50, 30, 40 എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇവിടെ സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവർ സ്ക്രാപ്പിംഗ് വാസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പേജ് വരും. ഓക്കെ, ആ പേജിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്പേഴ്സ് ഇങ്ങനെ സ്ക്രാബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കണ്ടോ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണ നമ്പേഴ്സുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്ക്രാബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? ഇതാണ് ഈ സ്ക്രാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അതൊരു ചെറിയൊരു ഫീച്ചറാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. ഇപ്പോൾ 405 ലീഡ്സ് അവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? 405 ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. 405 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന ഒരു കീവേഡ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് സെർച്ച് ചെയ്തേക്കണേണ്. നമ്മൾ ഇന്ത്യൻ നമ്പേഴ്സാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് സ്ക്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, ജസ്റ്റ് ഒരു ചെറിയൊരു ഫീച്ചറാണ്. മനസ്സിലായോ? 405 ലീഡ്സാണ് നമുക്കവിടെ വന്നത്. ഓക്കെ, ഇതാണ് ആ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എത്ര ജെന്യൂനിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ഫീച്ചറാണ്. അതിൻ്റെ വർക്കിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ജസ്റ്റ് ചെറിയൊരു ലീഡ്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ലീഡ്സ് ഇവിടെ വന്നേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ.